ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത പാക് അധീന കശ്മീരിൽ ഒരു വമ്പൻ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു എന്നും അറിയാനായി സാധിക്കുന്നു. പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെയാണ് POKയിൽ വൻ പ്രക്ഷോഭം നടക്കുന്നത്. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നിനാണ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. പ്രതിഷേധങ്ങൾ തടയാൻ സർക്കാർ വൻതോതിൽ സുരക്ഷാ സേനയെ അവിടെ വിന്യസിച്ചിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ 1000-ലധികം പേർ ഇപ്പോൾ കലാപത്തിനായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധിനിവേശ കശ്മീരിലെ നിയമസഭയിൽ നീക്കിവച്ചിട്ടുള്ള 12 സീറ്റുകൾ നിർത്തലാക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. ഇത് പ്രാദേശിക ഭരണത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് അവരുടെ വാദം. സബ്സിഡി നിരക്കിലുള്ള ധാന്യം, ന്യായമായ വൈദ്യുതി നിരക്ക്, സർക്കാരിൻ്റെ വാഗ്ദാനം ചെയ്ത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നിവയാണ് ഇവരുടെ മറ്റാവശ്യങ്ങൾ എന്ന് പറയുന്നത്. ചർച്ചകൾ എല്ലാം തന്നെ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ പ്രക്ഷോഭം ശക്തിപ്പെട്ടത് എന്നറിയാൻ സാധിക്കുന്നു. ക്യാമ്പയിൻ ഒരു സ്ഥാപനത്തിനും എതിരല്ലെന്നും 70 വർഷത്തിലധികമായി ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയാണെന്നും AAC നേതാവ് ഷൗക്കത്ത് നവാസ് മീർ പറഞ്ഞു. ഒന്നുകിൽ അവകാശം നൽകണമെന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം നേരിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികമായി സുരക്ഷാ സേനയെ വിന്യസിച്ചാണ് ഈ സർക്കാർ ഈ പ്രക്ഷോഭത്തിനെ നേരിടുന്നത്. പോരാത്തതിന് പ്രധാന പാതകളിൽ ചിലത് അടച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക സുരക്ഷാ സേനയ്ക്ക് പിന്തുണ നൽകാൻ ഇസ്ലാമാബാദിൽ നിന്ന് 1000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയാനുള്ളത്, പാക് അധീന കശ്മീരിൽ പ്രതിഷേധം നടക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിലെ ചിറ്റഗോർ മലനിരകളിലും ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ബംഗ്ലാദേശിൽ ഇത് പല ഭാഗത്തേക്ക് വലിയ കലാപങ്ങളായി മാറുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഒരു 8 വയസ്സുകാരിയായിട്ടുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ അവിടെ ബലാത്സംഗം ചെയ്ത് കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ വലിയൊരു തീജ്വാലയായി ആളിപ്പടരുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് പാക് അധീന കശ്മീർ, മറുഭാഗത്ത് ബംഗ്ലാദേശ്, ഈ 2 ഭാഗങ്ങളിലും വമ്പൻ പ്രതിഷേധങ്ങളും കലാപങ്ങളും ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.